നമസ്കാരം. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന തലക്കെട്ടുകൾ പരിശോധിക്കാം. ആദ്യം ദേശാഭിമാനിയാണ്. ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്ന വാർത്ത ഒന്ന് ലെബനനുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. മറ്റൊരു വാർത്ത പുഷ്പനുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ആദ്യം പുഷ്പനിലേക്ക് വരുമ്പോൾ കൂത്തുപറമ്പ് സമരപോരാളി പുഷ്പന്റെ മൃതദേഹം മേനമ്പ്രത്തെ വീട്ടുപരിസരത്ത് സംസ്കരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ക്യാപ്ഷനോട് കൂടി ഒരു ചിത്രം കൂടി പങ്കുവച്ചിട്ടുകൊണ്ടാണ് വാർത്ത നൽകിയിരിക്കുന്നത്. തലക്കെട്ട് നൽകിയിരിക്കുന്നത് ഹൃദയങ്ങളിൽ ചെമ്പനീർ പൂവ് എന്നാണ്. പുഷ്പന് വിട നൽകിയെന്നൊരു സ്ട്രിപ്പ് കൂടി വാർത്തയ്ക്ക് ദേശാഭിമാനി നൽകിയിട്ടുണ്ട്. ഇനി അതേസമയം തന്നെ ലെബനനും ഗാസയ്ക്കും പിന്നാലെ യമനിലും ആക്രമണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ലെബനനുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയിരിക്കുന്നത്. കൊലവെറിയുമായി ഇസ്രായേൽ എന്ന തലക്കെട്ടോടുകൂടിയാണ് ആ വാർത്ത വരുന്നത്. 3 ബുള്ളറ്റിനുകൾ നൽകിയിട്ടുണ്ട്. ഹിസ്ബുള്ള സെൻട്രൽ കൗൺസിൽ ഉപമേധാവി നബീൽ കൗക്കിനെ വധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും, നസ്രുള്ളയുടെ ജീവനെടുത്ത് പ്രതികാരം ചെയ്യാതെ അടങ്ങില്ലെന്ന് ഇറാൻ, ലെബനിൽ 1640 പേരെ കൊന്നൊടുക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ് ബുള്ളറ്റിനുകൾ നൽകിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത പ്രകാശ് കാരാട്ട് കോർഡിനേറ്റർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. 24ാം പാർട്ടി കോൺഗ്രസ് വരെയാണ് താൽക്കാലിക ക്രമീകരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ദേശാഭിമാനി വാർത്ത നൽകിയിരിക്കുന്നത്. മറ്റൊന്ന്, ഗുജറാത്തിൽ ബുൾഡോസർ രാജ്, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ദർഗയും മസ്ജിദും ഇടിച്ചു നിരത്തി എന്ന വാർത്തയാണ്. സർക്കാർ ഭൂമി കയ്യേറിയെന്ന് ആരോപിച്ച് ഗുജറാത്തിലെ ഗിർ സോമനാഥ് ജില്ലയിൽ സോമനാഥ ക്ഷേത്രത്തിന് സമീപ പ്രദേശത്തെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ദർഗയും മസ്ജിദും ഖബർസ്ഥാനും ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ട് പൊളിച്ചു നീക്കുന്ന ദൃശ്യങ്ങളാണ് ദേശാഭിമാനി പങ്കുവച്ചിട്ടുള്ളത്. മറ്റ് വാർത്തകളിലേക്ക് വരുമ്പോൾ പൊതുകടം വർധനാ നിരക്ക് കേരളത്തിന്റെ ഇരട്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത നൽകിയിട്ടുള്ളത്. മറ്റ് വാർത്തകളിലേക്ക് വരുമ്പോൾ ഒന്ന്, സുനിത വില്യംസിനെ തിരിച്ചെത്തിക്കാൻ നാസയുടെ നീക്കവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. മറ്റൊന്ന്, കേന്ദ്ര പൊതുകടം വർധനാ നിരക്ക് കേരളത്തിന്റെ ഇരട്ടടി എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. കടത്തിന്റെ പേരിൽ കേരളത്തിന്റെ വായ്പാ പരിധി വെട്ടിക്കുറയ്ക്കുന്ന കേന്ദ്രത്തിന്റെ പൊതുകടത്തിന്റെ വർധനാ നിരക്ക് കേരളത്തിന്റെ ഇരട്ടിയിലേറെ എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത തുടങ്ങുന്നത്. അടുത്തത് മനോരമയാണ്. മനോരമയിലേക്ക് വരുമ്പോൾ വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്ന വാർത്ത അൻവറുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. കലാപശ്രമം അൻവറിനെതിരെ ആദ്യ FIR കോട്ടയത്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത നൽകിയിരിക്കുന്നത്. കേസ് തുടങ്ങി എന്ന് പറഞ്ഞുകൊണ്ടാണ് തലക്കെട്ട് നൽകിയിരിക്കുന്നത്. പരാതി 5-ന്, കേസ് 28-ന്, ഗോവിന്ദൻ തള്ളിപ്പറഞ്ഞതിന് പിറ്റേന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹൈലൈറ്റ് കൂടി നൽകിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഒരു അൻവറിനെ കാണാനെത്തിയ, അൻവറിന്റെ വാക്കുകൾ കേൾക്കാനെത്തിയ ജനസമൂഹം തടിച്ചുകൂടിയിരിക്കുന്ന ചിത്രങ്ങൾ കൂടി പങ്കുവച്ചുകൊണ്ടാണ് മനോരമ ഈ വാർത്ത നൽകിയിരിക്കുന്നത്. ജനാഭിമുഖം മലപ്പുറം നിലമ്പൂർ ചന്തക്കുന്നിൽ വിളിച്ചെടുത്ത നയവിശദീകരണ യോഗത്തിൽ PV അൻവർ MLA സംസാരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ചിത്രത്തിന് ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത്. മറ്റൊരു വാർത്ത പച്ചയും ചുവപ്പും രണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് CPM ലീഗ് സ്വപ്നം ഉപേക്ഷിച്ചതുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. മുസ്ലിം ലീഗുമായുള്ള നീക്കുപോക്ക് സാധ്യതാ നീക്കം CPM ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത തുടങ്ങുന്നത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPMന്റെ ഭാഗത്ത് നിന്ന് ചില പ്രീണന സമീപനങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഇനി അത്തരം നീക്കുപോക്കുകളൊന്നും ഉണ്ടാകില്ല എന്ന് പറയുന്നൊരു വാർത്തയാണത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത പ്രകാശ് കാരാട്ട് കോർഡിനേറ്റർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. വലിയ പ്രാധാന്യത്തിൽ തന്നെ മലയാള മനോരമ ഫ്രണ്ട് പേജിൽ നൽകിയിരിക്കുന്നത്. മറ്റൊന്ന്, കഴിഞ്ഞ ദിവസം SATയിൽ 3 മണിക്കൂർ വൈദ്യുതി നിലച്ചതുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. കൂരിരുട്ടിൽ എന്നാണ് തലക്കെട്ട് നൽകിയിരിക്കുന്നത്. വിശദമായ വാർത്ത പേജ് 3-ലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആകെ 2 വരിയിലാണ് മനോരമ ഫ്രണ്ട് പേജിൽ തന്നെ ആ വാർത്ത ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തത് മാധ്യമമാണ്. മാധ്യമത്തിലേക്ക് വരുമ്പോൾ വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്ന വാർത്ത ലെബനനുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ലെബനാനിൽ ഇസ്രായേലിന്റെ കുരുതി തുടർച്ച എന്ന് പറഞ്ഞുകൊണ്ടാണ് മാധ്യമം ആ വാർത്ത നൽകിയിരിക്കുന്നത്. ഹിസ്ബുള്ള ഉപമേധാവി നബീൽ കൗക്കിനെ വധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹൈലൈറ്റും യമനിലും ആക്രമണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹൈലൈറ്റും നൽകിയിട്ടുണ്ട്. ആ ആക്രമണങ്ങളുടെ എല്ലാം തന്നെ വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങൾ കൂടി മാധ്യമം പങ്കുവച്ചിട്ടുണ്ട്. മരണം 1000 എന്നുകൂടി മാധ്യമം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മറ്റൊരു വാർത്ത അൻവറിനെ കേൾക്കാൻ ഒഴുകിയെത്തി ജനക്കൂട്ടം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. അൻവറിനെ ചേർത്ത് പിടിക്കുന്ന ജനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചിത്രവും നൽകിയിട്ടുണ്ട്. കൂടാതെ തന്നെ അൻവറിനെതിരെ കോട്ടയത്ത് ഫോൺ ചോർത്തൽ കേസ് എന്ന് പറഞ്ഞുകൊണ്ട് അൻവറിനെതിരെ കേസ് എടുത്തതുമായി ബന്ധപ്പെട്ട വാർത്തയും ഒരു സൈഡ് സ്റ്റോറിയെ നൽകിയിട്ടുണ്ട്. മറ്റൊരു വാർത്ത വൈദ്യുതിയില്ല, SIT ആശുപത്രിയെ 4 മണിക്കൂർ ഇരുട്ടിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ദിവസത്തെ വൈദ്യുതി മുടങ്ങിയതുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയിരിക്കുന്നത്. അത് ഫ്രണ്ട് പേജിൽ തന്നെ താഴെയായി തന്നെ മാധ്യമം നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, CPM കാരാട്ടിന് ഏകോപന ചുമതല എന്ന് പറഞ്ഞുകൊണ്ട് പ്രകാശ് കാരാട്ടിന് ചുമതല നൽകിയതുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. അതും ഫ്രണ്ട് പേജിൽ തന്നെ ഉൾപ്പെടുത്താനായിട്ട് മാധ്യമം ശ്രദ്ധിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഉദയനിധി ഉപമുഖ്യമന്ത്രി 4 മന്ത്രിമാരും അധികാരമേറ്റു എന്ന് പറഞ്ഞുകൊണ്ട് MK സ്റ്റാലിന്റെ മകനായ ഉദയനിധി സ്റ്റാലിൻ ഉപമുഖ്യമന്ത്രിയുമായി സ്ഥാനമേറ്റതുമായി എന്നെ സംബന്ധിച്ചൊരു വാർത്തയും ഫ്രണ്ട് പേജിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ജന്മഭൂമിയാണ്. ജന്മഭൂമി വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്ന വാർത്ത നബീൽ കൗക്കിനെയും വധിച്ചു, കണക്ക് തീർത്ത് ഇസ്രായേൽ തരിപ്പണമായി ഹിസ്ബുള്ള എന്ന് പറഞ്ഞുകൊണ്ടാണ് തലക്കെട്ട് നൽകിയിരിക്കുന്നത്. മറ്റു പത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലാണ് ജന്മഭൂമിയുടെ തലക്കെട്ട് വരുന്നത്. കണക്ക് തീർത്ത് ഇസ്രായേൽ എന്ന് ജന്മഭൂമി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന്, 2 ഹൈലൈറ്റുകൾ കൂടി ജന്മഭൂമി നൽകിയിട്ടുണ്ട്. നസ്രുള്ളയുടെ മൃതദേഹം കണ്ടെടുത്തു, ജിഹാദ് കൗൺസിലിലെ നേതാക്കളെല്ലാം കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹൈലൈറ്റ് വരുന്നത്. മറ്റൊന്ന്, POK വിട്ടുകിട്ടണമെന്ന് ഭാരതം എന്ന് പറഞ്ഞുകൊണ്ടൊരു വാർത്തയാണ്. ഐക്യരാഷ്ട്ര
ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സംസാരിക്കുന്ന ഒരു ചിത്രം കൂടി പങ്കുവച്ചിട്ടുണ്ട്. UN-ൽ നിലപാട് അറിയിച്ച ഡോക്ടർ എസ് ജയശങ്കർ പാകിസ്ഥാന്റെ GDP ഭീകരതയുടെ കയറ്റുമതി ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം കർമ്മഫലം എന്ന് പറഞ്ഞുകൊണ്ട് 3 ഹൈലൈറ്റുകൾ നൽകിയിട്ടുണ്ട്. മറ്റൊരു വാർത്ത, കത്വയിൽ ഏറ്റുമുട്ടൽ, ഒരു ഭീകരനെ വധിച്ചു, പരിക്കേറ്റ പോലീസ് ഉദ്യോഗസ്ഥന് വീരമൃത്യു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്തയാണ്. മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ സുബ്രഹ്മണ്യന്റെ വിസ്മയകരമായ പ്രയത്നം അഭിനന്ദിച്ച് പ്രധാനമന്ത്രി എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി കോഴിക്കോട് സ്വദേശിയായ സുബ്രഹ്മണ്യന് അഭിനന്ദിക്കുകയുണ്ടായിരുന്നു. അതിനെ സംബന്ധിക്കുന്ന വാർത്തയാണ്. കസാരകളെല്ലാം തന്നെ റിപ്പയർ ചെയ്ത് വീണ്ടും റീയൂസ് ചെയ്യുന്ന ഒരു കർത്തവ്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന അദ്ദേഹത്തിനെയാണ് പ്രധാനമന്ത്രി അഭിനന്ദിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട വാർത്തയും ഫ്രണ്ട് പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, ഫോൺ ചോർത്തലിന് അൻവറിനെതിരെ കേസെടുത്തു എന്ന വാർത്തയാണ്. അതും വലിയ പ്രാധാന്യത്തിൽ തന്നെ ഫ്രണ്ട് പേജിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു വാർത്തയിലേക്ക് വന്നാൽ, ഒഴിവിൽ പോകാൻ സിദ്ദിഖിനെ സഹായിച്ചവരെ കസ്റ്റഡിയിലെടുത്തു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. ചോദ്യം ചെയ്തത് മകന്റെ സുഹൃത്തുക്കളെ എന്നുകൂടി കോട്ടയുന്നുണ്ട്. കൂടാതെ കനത്ത മഴയ്ക്ക് സാധ്യത, 8 ജില്ലകളിൽ യെല്ലോ അലേർട്ട് എന്നുകൂടി ജന്മഭൂമി ഫ്രണ്ട് പേജിൽ തന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അടുത്തത് മാതൃഭൂമിയാണ്. മാതൃഭൂമിയിൽ വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്ന വാർത്ത SIT 4 മണിക്കൂർ ഇരുട്ടിൽ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. SITയിൽ വൈദ്യുതി മുടങ്ങിയതുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ICUവും ലേബർ റൂമും വാർഡുകളും പ്രവർത്തനരഹിതമായി എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത നൽകിയിരിക്കുന്നത്. മറ്റൊന്ന്, കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് പടപ്പറമ്പിൽ കാറും ടാങ്കർ ലോറിയും കൂട്ടിയിടിച്ച് എയർ ബാഗ് മുഖത്തമർന്ന അമ്മയുടെ വണ്ടിയിലുണ്ടായിരുന്ന 2 വയസ്സുകാരി മരിച്ച സംഭവത്തിൽ ഞെട്ടലുണ്ടാക്കി. അതിനെ തുടർന്ന് ചില നിർദ്ദേശങ്ങളെല്ലാം, എങ്ങനെയാണ് യാത്ര ചെയ്യേണ്ടത് എന്ന് കാണിക്കുന്ന ചില നിർദ്ദേശങ്ങളെല്ലാം മാതൃഭൂമി നൽകുന്നുണ്ട്. പെട്ടെന്ന് ആകർഷിക്കുന്ന തരത്തിലാണ് വാർത്ത നൽകിയിരിക്കുന്നത്. യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അക്കമിട്ട് നിരത്തുന്നുണ്ട് മാതൃഭൂമി. മറ്റൊന്ന്, തട്ടകത്തിൽ കരുത്ത് കാട്ടി അൻവർ എന്ന് പറഞ്ഞുകൊണ്ട് അൻവറുമായി ബന്ധപ്പെട്ട വാർത്തയും നൽകിയിട്ടുണ്ട്. സ്വയം പാർട്ടി ഉണ്ടാക്കിയില്ല, മാമി തിരോധാനം, ADGPയുടെ പങ്ക് അന്വേഷിക്കണമെന്ന് അൻവർ എന്ന് പറഞ്ഞുകൊണ്ടും വാർത്ത നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, പുഷ്പനെ അപമാനിച്ചതായി പരാതി, SIക്ക് സസ്പെൻഷൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. സഖാവ് പുഷ്പനെ അപമാനിച്ചു എന്ന പേരിലാണ് അതിന് പ്രത്യേക സംഭവവുമായി ബന്ധപ്പെട്ട് എറണാകുളം നാർക്കോട്ടിക് സെൽ ഡെപ്യൂട്ടി സൂപ്രണ്ടിന് അന്വേഷണ ചുമതലയും നൽകിയിട്ടുണ്ട്. മറ്റൊരു വാർത്ത, വനിതകൾക്കായി വരും പുതുനയം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്തയാണ്. ലിംഗനീതി ഉറപ്പുവരുത്തുന്ന കേരള വികസനം ലക്ഷ്യമിട്ട് സർക്കാരിൻ്റെ പുതിയ വനിതാ നയം ഒരുങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്തയാണ്. മറ്റൊന്ന്, ലബനനിൽ കടുപ്പിച്ച ഇസ്രായേൽ, 2 ഹിസ്ബുള്ള കമാൻഡർമാരെ വധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മരണം 1030 ആയി എന്ന് പറഞ്ഞുകൊണ്ട് ഓർമ്മിപ്പിക്കുന്ന ഒരു വാർത്തയും നൽകിയിട്ടുണ്ട്. ഇനി ദീപികയാണ്. ദീപികയിൽ വരുമ്പോൾ ദീപിക വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്ന വാർത്ത ഇസ്രായേലുമായി ബന്ധപ്പെട്ട വാർത്ത, റിപ്പീറ്റ് വാർത്ത തന്നെയാണ്. ആക്രമണം ഘടിപ്പിച്ച ഇസ്രായേൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് തലക്കെട്ട് വരുന്നത്. യമനിലെ ഹൂതി കേന്ദ്രങ്ങളിലും ഇസ്രായേലി വ്യോമാക്രമണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സബ് സ്റ്റോറി പോലും ദീപിക നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, SIT ആശുപത്രിയിൽ വൈദ്യുതി മുടങ്ങിയതുമായി ബന്ധപ്പെട്ട വാർത്തയാണ് നൽകിയിരിക്കുന്നത്. മറ്റൊന്ന്, ഹാഷിം സഫി അൽദിൻ ഹിസ്ബുള്ള തലവനായേക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇനി തലവന്മാരെയെല്ലാം വധിച്ചത് മൂലം പിന്നീട് ചുമതലയേൽക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. മറ്റൊന്ന്, പുതിയ ജനറൽ സെക്രട്ടറിയിലെ പ്രകാശ് കാരാട്ടിന് CPMന്റെ താൽക്കാലിക ചുമതല എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രകാശ് കാരാട്ടുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയിട്ടുള്ളത്. മറ്റൊന്ന്, ജനഹിതം തേടുമെന്ന് അൻവർ, പാർട്ടി പ്രഖ്യാപിക്കാതെ ആദ്യ സമ്മേളനം എന്ന് പറഞ്ഞുകൊണ്ട് അൻവറുമായി ബന്ധപ്പെട്ട വാർത്തയും നൽകിയിട്ടുണ്ട്. ഫോൺ ചോർത്തിയെന്ന പരാതി, PV അൻവറിനെതിരെ പോലീസ് കേസെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വാർത്ത കൂടി ദീപിക ഫ്രണ്ട് പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. അടുത്തത് കേരള കൗമുദിയാണ്. കേരള കൗമുദിയിലേക്ക് വരുമ്പോൾ വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്ന വാർത്ത അൻവറിനുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. അൻവറിനെ തളയ്ക്കാൻ സർക്കാരും CPMും എന്ന് പറഞ്ഞുകൊണ്ടാണ് കേരള കൗമുദി വാർത്ത നൽകുന്നത്. ജാമ്യമില്ലാ കേസെടുത്ത പോലീസ്, വെല്ലുവിളിയുമായി അൻവർ എന്ന് പറഞ്ഞുകൊണ്ട് 2 ബുള്ളറ്റിനും നൽകിയിട്ടുണ്ട്. മറ്റൊരു വാർത്ത, 3 മണിക്കൂർ ഇരുട്ടിലായി SIT ആശുപത്രി, വൈദ്യുതി മുടങ്ങി, ജനറേറ്റർ പണിമുടക്കി, പ്രതിഷേധത്തിനോട് വെളിച്ചമെന്ന് പറഞ്ഞുകൊണ്ടാണ് SITയിൽ വൈദ്യുതി മുടങ്ങിയതുമായി ബന്ധപ്പെട്ട വാർത്ത കേരള കൗമുദി നൽകിയിരിക്കുന്നത്. 3 ദിവസം ശക്തമായ മഴ കേരള കൗമുദിയും ഫ്രണ്ട് പേജിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. മറ്റൊന്ന്, ശത്രു സംഹാര പൂജയുമായി ADGP കണ്ണൂരിൽ എന്ന വാർത്തയും വലിയ പ്രാധാന്യത്തിൽ തന്നെ കേരള കൗമുദി ഫ്രണ്ട് പേജിൽ നൽകിയിട്ടുണ്ട്. അദ്ദേഹം കണ്ണൂരിലേക്ക് രഹസ്യമായി ക്ഷേത്ര ദർശനം നടത്തുന്ന വാർത്തയാണ് നൽകിയിട്ടുള്ളത്. അതിനെ സംബന്ധിക്കുന്ന വിശദ വിവരങ്ങളും കേരള കൗമുദി നൽകുന്നുണ്ട്. മറ്റൊന്ന്, സുബ്രഹ്മണ്യനും രമ്യയ്ക്കും മോദിയുടെ അനുമോദനം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. മൻ കി ബാത്ത് പരിപാടിയിൽ സുബ്രഹ്മണ്യനും അതേസമയം തന്നെ സുബ്രഹ്മണ്യനെയും രമ്യയെയും മോദി അനുമോദിച്ചതുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. മറ്റൊരു വാർത്ത പ്രകാശ് കാരാട്ടുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. CPM കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടായിരിക്കും എന്ന വാർത്തയും കേരള കൗമുദി ഫ്രണ്ട് പേജിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയുമാണ് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന തലക്കെട്ടുകൾ.